നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പ്രോഗ്രാമിന്റെ കീഴിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. പ്രോഗ്രാമിന്റെ താഴെ കളക്ഷൻസ് വരുന്നുണ്ട്. കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിനെ നമുക്ക് ഒന്ന് കളക്ഷൻ ആക്കി തിരിക്കാനുള്ളത്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. മോഡ് ഉണ്ട്, സ്റ്റേജ് ആൻഡ് സ്റ്റേജ് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. സ്റ്റേജ് ആൻഡ് സ്റ്റേജ് പ്രോഗ്രാമിന്റെ മോഡ് നമുക്കിവിടെ ഒരു കളക്ഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു കളക്ഷനായി നമുക്കിപ്പോ പ്രോഗ്രാമിന്റെ എന്താ പറയുക, പ്രോഗ്രാം ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിന് എന്താ ടൈപ്പ് എ, ടൈപ്പ് ബി, അതുപോലെ നമുക്ക് പല ടൈപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് എന്ന് ക്ലാസിഫിക്കേഷൻ ആഡ് ചെയ്തു, അതിന്റെ കളക്ഷൻ നെയിം ടൈപ്പ് എ, പിന്നെ പോലെ ടൈപ്പ് ബി ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തതിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ടൈപ്പ് 1 ടൈപ്പ് എ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ബി, ടൈപ്പ് സി, ഇതുപോലെ പല ടൈപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് പ്രോഗ്രാം ആഡ് ചെയ്യാൻ ഇവിടെ പ്രോഗ്രാം ആഡ് പ്രോഗ്രാം ഉണ്ട്. ഏതൊക്കെ പ്രോഗ്രാമാണ് ടൈപ്പ് സിയിലുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ പ്രോഗ്രാം നമുക്ക് ടൈപ്പ് സിയിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് പ്രോഗ്രാമിനെ കളക്ഷൻസ് ആക്കിയിട്ട് തിരിക്കാൻ പറ്റും. ഇതുപോലെ കളക്ഷൻ ആക്കി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിന്റെ റിപ്പോർട്ട്സ് എടുക്കുന്ന സമയത്തൊക്കെ ആ രീതിയിൽ ഫിൽറ്റേർഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വൺ ആണ് സ്കില്ല്. അതായത് നമ്മൾ ഓരോ പ്രോഗ്രാമുകളും സ്കില്ല് തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് സ്കില്ലിലേക്ക് പോയി നോക്കാം. ഇപ്പൊ ലാംഗ്വേജ് സ്കില്ലിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. നമുക്ക് പ്രസന്റേഷൻ സ്കില്ല്, ഇതുപോലെ സ്കില്ലുകളിലേക്ക് പ്രോഗ്രാം തിരിക്കാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് 10 പോയിന്റ് ആണ് കിട്ടിയത്. അപ്പൊ ഈ 10 പോയിന്റ് കിട്ടിയത് വ്യത്യസ്ത പരിപാടികളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഏതൊക്കെ സ്കില്ലുള്ള പ്രോഗ്രാം എന്നാണ് കിട്ടിയത് എന്ന് വെച്ചിട്ട് നമുക്ക് ഈ കുട്ടിക്ക് ഏത് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ സ്കില്ലുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഡീപ്പ് അനലിറ്റിക്സ്, സ്കിൽ ബേസ്ഡ് ഡീപ്പ് അനലിറ്റിക്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമുകളും സ്കില്ലിലേക്ക് കയറ്റാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കി കാണാൻ കഴിയും, ഒരു പ്രോഗ്രാം തന്നെ 2-3 സ്കില്ലിലേക്ക് വരാൻ കഴിയും. ഇപ്പോൾ ലാംഗ്വേജ് സ്കില്ലിൽ മാഗസിൻ ഉണ്ട്, അതുപോലെ റൈറ്റിംഗ് സ്കില്ലിൽ മാഗസിൻ ഉണ്ട്. അതുപോലെ ഒരു പരിപാടിക്ക് ഒന്നിലധികമോ സ്കില്ലുകൾ നമുക്ക് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.